ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അടുത്തൊരു ബ്ലൗസിൻ്റെ ഡിസൈനിങ് വീഡിയോ കാണാം. അപ്പോൾ ഫസ്റ്റ് ഞാനിതിൻ്റെ സാരിയെ പറ്റി പറയാം. ഇതാണ് കസ്റ്റമർ തന്നിട്ടുള്ള സാരി. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു മൈൽഡായിട്ട് വരുന്നൊരു സിൽവർ ജെരിയാണ് പോയിട്ടുള്ളത്. പിന്നെ സാരിയുടെ കളറ് ഇതുപോലൊരു റെഡും ഓറഞ്ചും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു കളറാണ്. കറക്റ്റ് ഒരു ഓറഞ്ച് കളറല്ല. അപ്പോൾ ബ്ലൗസിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ഒരു റാണി പിങ്ക് കളറാണ്. അപ്പോൾ നമുക്കിതിനകത്ത് എങ്ങനെ ഹാൻഡ് വർക്ക് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമുക്കിതിൻ്റെ നെക്ക് ലൈൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നെക്ക് ലൈനിൽ ഞാനിവിടെ ഒരു ബേസിക് ഔട്ട്ലൈനിങ് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ചെയ്യുന്നൊരു ബേസിക് ഔട്ട്ലൈനിങ് അല്ല. ഇതിനകത്ത് സ്റ്റോൺ ചെയിൻ വരുന്നുണ്ട്. അതുപോലെ സെൽഫ് കളറിലെ കട്ട് ബീഡ്സ് ആണ് ഇതിനകത്ത് ഔട്ട്ലൈനിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിനുശേഷം സാരിയുടെ കളറിൽ വരുന്നൊരു ഫ്ലാറ്റ് ലോഡ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർക്ക് ഫുള്ളായിട്ടും കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. സാരിയിൽ വന്നിട്ടുള്ളത് ഫ്ലോറൽ ഡിസൈൻ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു ഫ്ലോറൽ വർക്ക് കൊടുത്ത് ഒരു വർക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഫ്ലവറിൻ്റെ ഹാഫ് ആക്കി എടുത്തിട്ടുണ്ട്. നെക്ക് ലൈൻ ചെയ്ത് കൊടുത്തതിന് ബേസിക് ഔട്ട്ലൈനിങ് ചെയ്ത് കൊടുത്തതിന് തൊട്ടടുത്തായിട്ട് ഈ ഒരു ഡിസൈൻ ഞാൻ ഈ ഒരു മെത്തേഡിലാണ് വരച്ചു കൊടുക്കുന്നത്. കുറച്ചൊരു ഗ്യാപ്പ് നിർത്തി ഇതുപോലെ ഇങ്ങനെ അടുപ്പിച്ച് വരുന്ന രീതിക്കാണ് ഓരോ ഡിസൈനും വരയ്ക്കുന്നത്. ഈ ഒരു ഫ്ലവറിൻ്റെ ഔട്ട്ലൈനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് റെയിൻബോ കളറിൽ വരുന്ന കട്ട് ബീഡ്സ് ആണ് എടുക്കുന്നത്. ഈ ഒരു കട്ട് ബീഡ്സ് വന്നിട്ട് ഇതിനകത്ത് സിൽവർ ആണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. സാധാരണ റെയിൻബോ കട്ട് ബീഡ്സിനകത്ത് ഗോൾഡും കോപ്പറും ആയിരിക്കും കൂടുതലായിട്ടും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു കട്ട് ബീഡ്സിനകത്ത് നമുക്ക് സാരിക്ക് മാച്ചാകുന്ന രീതിക്ക് തന്നെ ഈ ഒരു കട്ട് ബീഡ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് സിൽവർ ആണ് കൂടുതലായിട്ടും നിൽക്കുന്നത്. ഫ്ലവറിൻ്റെ ഔട്ട്ലൈനിങ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് സാരിയുടെ കളർ ഉപയോഗിച്ചിട്ട് ഒരു ഔട്ട്ലൈനിങ് കൂടി കൊടുക്കുന്നുണ്ട്. ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആരി വർക്കിൻ്റെ വുഡൻ നീഡിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നീഡിൽ നമ്പർ 24 ഉപയോഗിച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഈ ഒരു നീഡിൽ എനിക്ക് സ്യൂട്ടാവുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു നീഡിൽ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ഔട്ട്ലൈനിങ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പെറ്റലിനുള്ളിനകത്ത് സിൽവർ കളറിൽ വരുന്ന കട്ട് ബീഡ്സ് ഉപയോഗിച്ച് ഇതുപോലൊരു വർക്ക് കൊടുക്കുന്നുണ്ട്. സൈഡിൽ വരുന്ന 2 പെറ്റൽസിലും 6 കട്ട് ബീഡ്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. സെൻറ്ററിൽ മാത്രം 8 ബീഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇതിനുള്ളിനകത്ത് ബ്ലൗസിൻ്റെ കളറിൽ വരുന്ന കട്ട് ബീഡ്സ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സൈഡിലുള്ള 2 പെറ്റൽസിലും 2 ബീഡ്സും സെൻറ്ററിൽ വരുന്നതിന് 3 ബീഡ്സുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ബാക്ക് നെക്കിലും വരുന്നത്. നെക്സ്റ്റ് നമുക്കിതിൻ്റെ സ്ലീവ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സ്ലീവിൻ്റെ ബോർഡറിൻ്റെ ഔട്ട്ലൈനായിട്ട് ഞാനിവിടെ നെക്ക് ലൈൻ ചെയ്ത് കൊടുത്ത അതേ വർക്ക് തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഈ ഒരു സ്ലീവ് റൗണ്ടിൽ നിന്നും ഒരു 5 ഇഞ്ച് ബോർഡറാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു സ്ലീവ് റൗണ്ട് വരുന്നത് 9 ഇഞ്ചാണ്. അതിൻ്റെ ഹാഫ് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടുന്നത് ഒരു 5 ഇഞ്ച് മുകളിലോട്ടേക്ക് മാർക്ക് ചെയ്തൊരു ബോർഡർ ഫോം ചെയ്യിക്കുവാണ്. ഈ ഒരു ബോർഡറിനകത്ത് ചെക്ക്ഡ് പാറ്റേൺ ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നത്. നമ്മൾ എടുക്കുന്ന പോയിൻ്റ് എല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കണം. എല്ലാ വശത്തു നിന്നും 5 ഇഞ്ച് തന്നെ ഉണ്ടായിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. എങ്കിലേ നമുക്ക് ചെക്ക് വരയ്ക്കുമ്പോഴത്തേക്കും കറക്റ്റ് ആവുള്ളൂ. നെക്സ്റ്റ് ഈ ഒരു മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്ത് നിന്നും ഈ ഒരു സ്കെയിൽ ഇതുപോലെ വെച്ചിട്ട് ക്രോസ് ആക്കി ഒരു ലൈൻ വരയ്ക്കാം. ഈ ഒരു സ്കെയിലിൻ്റെ വിഡ്ത്ത് വെച്ചിട്ട് തന്നെയാണ് അടുത്ത മാർക്കിങ്ങും വരച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡും ചെയ്തു കൊടുക്കണം. ഈ ഒരു സ്ലീവിൻ്റെ മുകളിൽ വരച്ച ബോർഡറിനകത്ത് താഴെ കൊടുത്തിട്ടുള്ള ഷുഗർ ബീഡ് ലൈനും പിന്നെ ഒരു ഫ്ലവറിൻ്റെ ഡിസൈനുമാണ് മുകളിലത്തെ ബോർഡറിൽ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു ചെക്സിനകത്ത് ചെറിയൊരു വർക്ക് വരുന്നുണ്ട്. ബ്ലൗസിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്ലീവാണ്. സ്ലീവിനകത്താണ് നമ്മൾ ഒരുപാട് വർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോൾഡറിൻ്റെ ജോയിൻറ്റ് വരെയും വർക്ക് വരുന്നുണ്ട്. ചെക്സിൻ്റെ ഔട്ട്ലൈൻ റെയിൻബോ കട്ട് ബീഡ്സ് വെച്ചിട്ട് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഈ ഒരു മുകളിലത്തെ ബോർഡറിൽ നിന്നും ഒരു 1/2 ഇഞ്ച് ഇതുപോലെ മുകളിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. ആദ്യം ഇത് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു മുകളിലത്തെ സ്ലീവ് റൗണ്ടിൻ്റെ മിഡ് പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്യണം. മിഡ് പോയിൻ്റ് നോക്കിയിട്ട് വേണം ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലോട്ടേക്ക് മാർക്ക് ചെയ്യേണ്ടത്.
ഇതിന് മുകളിലായിട്ട് ഇതുപോലെ ഞാനിതൊരു ഫ്രീ ഹാൻഡായിട്ട് വരച്ചൊരു ഡിസൈൻ ഇതുപോലെ ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. വളരെ ലൈറ്റായിട്ടാണ് വരയ്ക്കുന്നത്, അഥവാ തെറ്റെന്തെങ്കിലും വരുവാണെങ്കിൽ മായ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടും ഈ ഒരു ഡിസൈൻ തന്നെ ഇങ്ങനെ ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് മാർക്കിംഗ് ഇതുപോലെ കൊടുത്തിട്ട് വരച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു ഫ്ലവർ ഇങ്ങനെ 2 സൈഡിലും വരുന്ന രീതിക്ക് ഇതിനിങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. അതുപോലെ താഴെയായിട്ട് ആദ്യം വരച്ച ആ ഒരു ഡിസൈൻ തന്നെ 2 സൈഡിലായിട്ട് സെൻറ്ററിൻ്റെ 2 സൈഡിലായിട്ടും വരുന്ന രീതിക്ക് വരച്ച് ഈ ഒരു വർക്കിനെ ഇവിടെ നിറച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഷോൾഡർ പോയിൻ്റ് വരെയും ഈ ഒരു വർക്കിനെ നിറച്ച് വരയ്ക്കുന്നുണ്ട്. ഇനി ഒരു ചെക്കിനകത്ത് ഞാനിവിടെ ഇതുപോലെ സർക്കിൾ ഒന്നിടവിട്ട കോളങ്ങളിലായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള കോളത്തിനകത്ത് ഈ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ വരച്ചിട്ട് ആ ഒരു ഫ്ലവർ ചെയ്ത് കൊടുത്ത അതേ വർക്ക് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലൗസിൻ്റെ ഡിസൈനിങ് വന്നിട്ട് ഡിസൈൻ വരയ്ക്കുന്ന മെത്തേഡെല്ലാം ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കൊടുക്കുന്ന വർക്കെല്ലാം സെയിം തന്നെയാണ്, നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു അതേ ഔട്ട്ലൈനിങ്ങും കാര്യങ്ങളും തന്നെയാണ് വരുന്നത്. അപ്പോൾ അതൊന്നും ഞാനവിടെ ആവർത്തിച്ച് കാണിക്കുന്നില്ല. നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ബ്ലൗസിൻ്റെ ഹാൻഡ് വർക്ക് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ, സ്റ്റിച്ചിങ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു ബ്ലൗസിൻ്റെ ഡിസൈനിങ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്കും കൂടെ ഒന്ന് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.